ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ദമാം. സോ ഗൈസ്, ദമാമിലെത്തിയിട്ട് മൈ ഫസ്റ്റ് വ്ലോഗാണിത്. സോ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു മോളിലാണ്. ആൻഡ് ഐ പർച്ചേസ് എ റിങ് ഗൈസ്. റിങ്ങിന് ഇത്രയും വലിയ അടിപൊളി പാക്കോ? എന്താണിത്? ഞാൻ റിങ് വാങ്ങിയ സമയത്ത് ഇത് ഇട്ടിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഒരു പറഞ്ഞു നമുക്കതൊന്ന് QR ചെയ്തിട്ട് അങ്ങനെ അടിക്കണം, ബില്ലടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൈ കൊടുത്തു. അപ്പോൾ ഇത്രയും നല്ല പാക്കിങ് തന്നപ്പോൾ ഞാൻ എന്തിനാ ഈ പാക്കിങ് മിസ്സാക്കണേ? അപ്പോൾ ഞാൻ കൈ ഇടാത്ത നന്നായി തോന്നി ഗൈസ്. ഇങ്ങനെ ഒരു കവർ കിട്ടിയല്ലോ, സോ നൈസ് ടു സീ. പിന്നെ 20 റുപ്യേൻ്റെ സാധനമല്ല, 34 റിയാലിൻ്റെ റിങ്ങാണ് ഗൈസ്. കുഴപ്പമില്ല, നല്ല ഭംഗിയുള്ള റിങ്ങാണ്. 20 റുപ്യേൻ്റെ സാധനത്തിന് ഇത്ര എക്സ്പ്ലനേഷനൊക്കെ വേണമെന്നാണ് ചോദിക്കുന്നത് ഗൈസ്. എന്താ ചെയ്യുക, 20 റുപ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് എന്ത് കൺവേർട്ട് ചെയ്യാനും പൈസ അല്ലേ. ആൻഡ് പിന്നെ so guys, can't wait to put this, can't wait to wear my ring. So let me show you how my ring looks like. Yeah, കുറച്ച് ഹെവിയാണ്, ബട്ട് ഐ ലൈക്ക് സോ മച്ച് ഗൈസ്. നൈസ്. അങ്ങനെ നമ്മൾ ഷൂ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു ഷൂ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുള്ള ഷൂ ആണ്, നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടെ അത്യാവശ്യം നല്ല ഷൂ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നല്ല ടൈറ്റ് വരുന്നുണ്ട്, തീരെ പോരാ. CD മൂസിൽ ദിലീപിട്ട പോലെ ഞാൻ എന്തോ ഇട്ട പോലെ ആയി എനിക്കിത് കാലിൽ. പിന്നെ ഇത് സ്ട്രാപ്പ് വരുന്നതുകൊണ്ട് കുറച്ചുകൂടെ നല്ല ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നെ വലിയ സ്മോൾ ഇഞ്ചസൊക്കെ സൈസിൻ്റെ പ്രശ്നം ഇവിടെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷൂ എങ്ങനെയുണ്ട്? ഇത് കുറച്ച് കളർഫുൾ ആയിപ്പോയി. ഇത്ര കളർഫുൾ വേണ്ടാന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല സ്യൂട്ടായി, സൈസൊക്കെ പക്ക ഓക്കെ ആയപ്പോൾ ഇത് മതി എന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ പിന്നെ ഇതന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ചുകൂടെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഇവിടെ സൈസിൻ്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. നല്ല കറക്റ്റ് സൈസിൽ ചിലത് കിട്ടുന്നില്ല. പിന്നെ ഉണ്ട്, പക്ഷെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ചിലത് നല്ല കോസ്റ്റ്ലിയാണ്. ഇവിടെ നാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല പ്രൈസ് വരുന്നുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സൂപ്പർ ബ്രാൻഡാണ്. അപ്പം നമ്മൾ ഈ ഒരു ഷൂ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളുടെ അഡിഡാസിൻ്റെ ഗ്രീൻ ഷൂ, ഇത് നമ്മളുടെ നെസീഫ് എടുത്തതാണ്. ഇതെനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല, പക്ഷേ ഇഷ്ടമായി. അങ്ങനെ ഒരു ഇതാണ്, ഫുൾ സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടില്ല. കുഴപ്പമില്ല അല്ലേ? കുറേയൊക്കെ കണ്ട പോലെ തോന്നുക ഗൈസ്. എവിടേക്കോ ഒരു പല ഫ്രൂട്ടിലും കണ്ട പോലെ, പക്ഷേ ഇറ്റ്സ് ഓക്കെ, നൈസാണ്. അപ്പോൾ ഇതിൽ നമ്മൾ അതും എടുക്കാമെന്ന് വിചാരിച്ച് നമ്മളിതാ ഇനി ഇവിടുന്ന് ഇറങ്ങുകയാണ്. ആൻഡ് ഇത് കണ്ട് നിങ്ങൾക്കെന്താ തോന്നുന്നത്? 3 വാക്കാന്ന് പറയുന്നു, പക്ഷേ അല്ല, എന്തോ ഒരു വാക്കായിപ്പോയി. അതാ പോകുന്നു ഒറിജിനൽ വാക്ക്. നീ എന്തെങ്കിലും ചെയ്യും, എനിക്ക് വൈഫൈ ഫ്രീയാ. ഷോപ്പ് ഗ്രാൻഡ് ഫോർലെസിൽ നമുക്ക് അധിക സാധനങ്ങളും കുറച്ച് വിലക്കുറവിൽ കിട്ടും. കമ്പാരിറ്റീവ്ലി അതർ ഷോപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ വി ക്യാൻ മേക്ക് എ ലോസ് ഓഫ് എമൗണ്ട്. ഞങ്ങൾ ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ ഫുഡ് കോർട്ടിലേക്ക് വന്നു. ആക്ച്വലി ഞങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയോ? റൈസ് അപ്പം ഞാൻ ഫ്രൈ റൈസാണ് ചൂസ് ചെയ്തത്. ആക്ച്വലി ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, അപ്പം ഞങ്ങളെ വണ്ടി എന്ത് ചെയ്തു, വർക്ക്ഷോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വർക്ക്ഷോപ്പിൽ നിന്ന് അത് കിട്ടുക 8 മണിക്കാണ്. അതുവരെ ഒരു ടൈം സ്പെൻഡിങ് ആണ് ഗൈസ് ഞങ്ങളിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ചിങ്ങനെ മാളിൽ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് അവിടെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ സമയമാവും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴും ടൈം ആയിട്ടില്ല. പക്ഷേ ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും ടൈം ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് വിശന്നപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുന്നതാണ്, അല്ലാതെ ലാവിഷാവാൻ വന്നതല്ല. കണ്ടില്ല വിചാരിക്കും നമ്മൾ ലാവിഷായി ഇങ്ങനെ കറങ്ങി നടക്കാൻ വന്നതാണ്, പക്ഷെ ലാവിഷാവാൻ വന്നതല്ല ഗൈസ്. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ എൻ്റെ ഷൂ ഒക്കെ ഇട്ടു കേട്ടോ. എങ്ങനെയുണ്ട് മൈ ഷൂ ഗൈസ്? ആൻഡ് നെസീഫ് ഷൂ ഈസ് ഹിയർ. പിന്നെ അധികം നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പൈസ അങ്ങനെ ചിലവാകും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് പെട്ടെന്ന് സ്കൂട്ടാവണം.
പിന്നെ ഞങ്ങൾ ഇതാ കഴിക്കാൻ പോകുന്നു. ദ വ്യൂ ഈസ് സോ ബ്യൂട്ടിഫുൾ അല്ലേ? നൈസ് അല്ലേ ഗൈസ്? നല്ലൊരു വ്യൂ. പിന്നെ നല്ലൊരു വ്യൂ ഇതാ ഇവിടെ. മൈ നോസ് മൈ ഇതൊരു ബ്രൈറ്റ്നസ് ഇല്ലാതെ. Yeah. So this is the view, guys. Wow. അപ്പം നമുക്ക് കഴിക്കാൻ തുടങ്ങാം കേട്ടോ. So we have noodles, then fried rice. നമുക്ക് കൈ കഴുകാനുള്ള വാഷിംഗ് ഏരിയ ഇനി കണ്ടുപിടിക്കാൻ വയ്യ, കാരണം നമുക്ക് വിശപ്പുണ്ട്. അവിടെ പോയി വരുമ്പോഴത്തേനും ഒരു കുറേ ലോങ് നടക്കേണ്ടി വരും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, സ്പൂണായിട്ട് കഴിക്കാം. Hey guys, so നമ്മളുടെ പർച്ചേസിങ് ഈസ് കണ്ടിന്യൂസ്. സോ ഇപ്പോൾ ഞങ്ങൾ മാക്സിലാണ്. അവിടെ എവിടെയോ ഉണ്ട് നസീഫ്, ഞാൻ ഇവിടെ എവിടെയോ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സാധനം വെറുതെ ഇങ്ങനെ നോക്കാൻ വന്നാണ്. ഹെയർ ബാൻഡ് ക്രൈസാണോ ഗൈസ് നിങ്ങൾക്ക്? എനിക്ക് പക്ഷേ നല്ല ക്രൈസാണ്. നല്ല രസമല്ലേ ഇട്ടാൽ? ഒരു 4 വയസ്സ് കുറയിക്കും എന്നുള്ളൊരു വിചാരമാണ് എനിക്ക്. കാരണം അങ്ങക്ക് എന്താണെന്ന് അറിയില്ല. കാരണം അങ്ങക്ക് ചിലപ്പോൾ പൊട്ടത്തിയാൾ ഇടണ മാതിരി തോന്നുന്നുണ്ടാവും. ആൻഡ് ദ ബാഗ്സ്. ഭംഗിയുണ്ടല്ലേ? നമുക്ക് ആ സെഷനൊന്ന് പോയി നോക്കാം. നമ്മളുടെ കുറച്ച് ബാംഗിൾസ് ആൻഡ് നെക്ലേസസ്. ഗൈസ് സെൻട്രൽ പോയിന്റിൽ പിന്നെ അതേപോലെ മാക്സിലൊക്കെ നല്ല രസമുള്ള കളക്ഷൻസ് ഉണ്ട്. ഇത് ക്യൂട്ടായില്ലേ? ദെൻ ഈ ഒരു ചെയിന് ഭയങ്കര രസമായി. സോ നൈസ് ടു സീ. ഇതിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് 25 റിയാലാണ്. ഓൾമോസ്റ്റ് നമ്മളുടെ നാട്ടിലൊരു 500-600 രൂപ വരും. വാവ്, ഇതൊക്കെ നോക്കൂ ഗൈസ്, സോ നൈസ്. ഇത് ഇഷ്ടപ്പെട്ടു. ഇത് എത്ര റേറ്റ് വരുന്നാവോ ഒന്ന് നോക്കാം. ഇത് നമുക്ക് 37 റിയാൽ വരുന്നുണ്ട്. 37 ആകുമ്പോൾ നമ്മളെ നാട്ടിലത്തെ പൈസക്കാണ് നമ്മൾ എന്ത് സാധനം നോക്കുകയാണെങ്കിൽ കൺവേർഷൻ ചെയ്യരുത് എന്ന് പറഞ്ഞാലും മനസ്സ് സമ്മതിക്കില്ല. മനസ്സ് പറയും ചെയ്യ് അങ്ങനെ എടുക്കണ്ടെന്ന് പറയും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അപ്പോൾ 37 റിയാലാണ് അത് കണ്ടത്. 1000-ൻ്റെ അടുത്ത് വന്നു. പക്ഷേ നല്ല സാധനം കാണുമ്പോൾ, പക്ഷെ നമ്മളെ നാട്ടിൽ ഏകദേശം നല്ല രസമുള്ള മാലയ്ക്ക് അത്ര വരും. ഇപ്പോൾ നമ്മൾ ഷൂ ഒക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തോന്നും ഇവിടെയൊക്കെ അവിടെയൊക്കെ ഏകദേശം ഒരു റേറ്റ് തന്നെയാണ് വരിക എന്നൊക്കെ. പക്ഷെ ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് കുറച്ചും കൂടെ നാട്ടിൽ കുറച്ചും കൂടെ റേറ്റ് കുറവിൽ കിട്ടുന്നൊരു തോന്നൽ എനിക്കുണ്ട്. പിന്നെ ഇതെങ്ങനെയുണ്ട് ഗൈസ്? നൈസ് അല്ലേ? നമുക്കതിൻ്റെ ഒരു ബാംഗിൾ വരുന്നത് 1 പീസ്, ദെൻ അതിൻ്റെ ഒരു ഇയറിങ്, ദെൻ നമ്മളുടെ ചെയിൻ. ആൻഡ് ദ എമൗണ്ട് ഈസ് 37 റിയാൽ. 7 റിയാലിനുള്ള സാധനം ഇതുണ്ടല്ലേ? കാരണം 3 സെറ്റ് നമുക്ക്. സോ നമ്മളുടെ പരിപാടി കഴിഞ്ഞ് നമ്മളിനി റിട്ടേൺ ടു ഹോം. അപ്പം നമ്മളുടെ വണ്ടിക്ക് ശരിയായി. വി ആർ മൂവിങ് ബാക്ക്. അപ്പം ഞങ്ങളിങ്ങനെ ഇവിടെ വന്ന കഴിഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വാങ്ങാമെന്ന് വിചാരിച്ചു. സോ ഗൈസ്, ഞങ്ങളിനി വീട്ടിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ കുറച്ച് ദൂരത്തായതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി വണ്ടി റെഡിയാക്കിയിട്ട് അത് എടുത്തിട്ട് പോകാനുള്ള പ്ലാനാണല്ലോ. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ പോകും. സോ ഗൈസ്,
കേക്ക് കഴിക്കാൻ നമുക്കൊരാഗ്രഹം. സോ വി ക്യാൻ പിക്ക് ദിസ് അല്ലേ. നമുക്ക് 4 പീസാണ് വരുന്നത്. ആൻഡ് ഫ്ലേവർ ഏതാണെന്ന് നമുക്കറിയില്ല. ബട്ടർ ക്രീമാണ് പറയുന്നത്. എല്ലാം ബട്ടർ ക്രീം ആയിരിക്കും.